ഹലോ ഗൈസ്, മന്ത്രോടൊക്കെ എടുത്ത സ്ഥിതിക്ക് കല്യാണം വിളിക്കാൻ പോണ്ടേ. ഞങ്ങൾ ആദ്യം തന്നെ പോയത് കുറച്ച് സിസ്റ്റേഴ്സിൻ്റെ അടുത്തേക്കാണ്. സിസ്റ്റേഴ്സിനൊക്കെ കണ്ട് അനുഗ്രഹം വാങ്ങി തുടങ്ങാമെന്ന് വിചാരിച്ചു. കുടുംബത്തിലാണെങ്കിൽ 3 സിസ്റ്റേഴ്സാണുള്ളത്. മമ്മിയുടെ 2 ചേച്ചിമാരും പിന്നെ ഡാഡിയുടെ ഒരു അനിയത്തിയും. ആദ്യം പോയത് മമ്മിയുടെ ചേച്ചീനെ കാണാനാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു. അന്നുവാണെങ്കിൽ പിള്ളേരെ കണ്ടപ്പോൾ അപ്പം വീണു. അവർക്ക് ടാറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ നിന്നു. ടാറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് നേരെ ഞങ്ങൾ അകത്ത് കയറിയിട്ടോ. അകത്ത് കയറിയപ്പോഴേക്കും വെല്ലുമിച്ചി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് മമ്മിയുടെ. അങ്ങനെ വെല്ലുമിച്ചിക്ക് ലൈക്ക് കൊടുക്കാനൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ അന്നുവിൻ്റെ പാട്ടാണ് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പാട്ട് പാടിക്കഴിഞ്ഞാൽ സമ്മാനം കിട്ടുന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവളൊക്കെ പാട്ടൊക്കെ പാടി. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ സിസ്റ്റേഴ്സിനെ കാണാൻ പോകുമ്പോൾ ഞങ്ങളുടെ പരിപാടിയായിരുന്നു ഇതൊക്കെ, പാട്ട് പാടുക, സമ്മാനം വാങ്ങുക, അങ്ങനെയൊക്കെ. ഇപ്പോൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയി. അന്നൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് സ്ഥിരം കിട്ടിയിരുന്നത് കുറേ കൊന്തകളായിരുന്നു കേട്ടോ. ഇപ്പോൾ ആ കാര്യത്തിൽ അപ്ഡേഷൻ വന്നു. ഇതാണ് അന്നുവിന് കിട്ടിയ ഗിഫ്റ്റ്. കുറേ ക്ലിപ്പുകളും കണ്ണാടിയും എല്ലാവർക്കും ചേഞ്ച് ഉണ്ട്. അതുപോലെ കല്യാണപ്പെണ്ണിന് 2 കൊന്ത കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് ഡാഡി മെയിൻ സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഈ കാണുന്നതാണ് ആ മഠത്തിലെ മദർ. അപ്പോൾ കല്യാണമൊക്കെ ക്ഷണിക്കുന്നത് നമ്മൾ മദറിൻ്റെ കയ്യിലാണ് കൊടുത്തിട്ടാണ് ക്ഷണിക്കുക. അങ്ങനെ അന്നുവിൻ്റെ വക ക്ഷണിക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിട്ടോ. പിന്നെ മഠത്തിൻ്റെ പുറത്താണെങ്കിൽ കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചെടികൾ എവിടെ കണ്ടാലും മമ്മി വെറുതെ വിടില്ലല്ലോ. അങ്ങനെ വെല്ലുമിച്ചിനി മസ്കിട്ട് ഏതോ ഒരു തൈ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. എവിടെ പോയാലും മമ്മിയുടെ കയ്യിലൊരു തൈ ഉണ്ടാവും തിരിച്ചു വീട്ടിലേക്ക് വരുമ്പോൾ. അത് നിർബന്ധമാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വെല്ലുമിച്ചിനെ കൊണ്ട് സെൽഫിയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങ് പോന്നു കേട്ടോ. കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കണ്ടു. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഡാഡിയുടെ സിസ്റ്ററിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. അത് വന്നിട്ട് പടവരാടായിരുന്നു. അതും ഒരു സ്കൂൾ തന്നെയാണ്. അവിടെയുള്ള കുട്ടികളൊക്കെ മറ്റേ ചെവി കേൾക്കാത്ത, അതുപോലെ സംസാരിക്കാത്ത പിള്ളേരായിരുന്നു കേട്ടോ ഫുള്ളുള്ളത്. സത്യം പറഞ്ഞാൽ അവരൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണെന്ന് മനസ്സിലാവുന്നത്. സിസ്റ്റർ ആൻറ്റി ആണെങ്കിൽ അവിടെ PT ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചെന്ന വശം തന്നെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ ഫുട്ബോൾ കളിയായിരുന്നു. മഠത്തിൽ പോയി അന്നുവിൻ്റെ ഒരു പാട്ട് നിർബന്ധമാണല്ലോ. അങ്ങനെ അന്നു അവിടെ ഒരു പാട്ട് പാടി. ഈ ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ആൻറ്റി. അപ്പോൾ പാട്ട് പാടിയാൽ അന്നുവിന് കുറേ ഗിഫ്റ്റ് ആൻറ്റി കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് ഗിഫ്റ്റ് ആയപ്പോഴേക്കും പിന്നെ അന്നുവിന് കയ്യിൽ സ്ഥലമില്ല. അടുത്ത ഗിഫ്റ്റ് വാങ്ങാനുള്ള സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ബാക്കി എല്ലാ സാധനങ്ങളും കൊണ്ട് എനിക്ക് കൊണ്ടു തന്നു. അങ്ങനെ അത് കൊണ്ടുവച്ച ശേഷം അടുത്ത ഗിഫ്റ്റ് വാങ്ങാൻ പോയപ്പോൾ അവൾ വിചാരിച്ചത് അത് ഓറിയോ ബിസ്ക്കറ്റ് ആണെന്നാണ് കേട്ടോ. ശരിക്കും അത് ഇറേസറായിരുന്നു. അവൾക്ക് അതിൻ്റെ ഉപയോഗം കറക്റ്റ് അറിയില്ല. അതുകൊണ്ട് അതെനിക്ക് കൊണ്ടു തന്നു എന്താന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഗിഫ്റ്റൊക്കെ വാങ്ങി ആൾ ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് പിന്നെ ഡാഡി നമ്മുടെ പരിപാടി തുടങ്ങി. ആ മഠത്തിൻ്റെ മദർ ആൻറ്റി തന്നെ ആയതുകൊണ്ട് ആൻറ്റിക്ക് തന്നെയാണ് കേട്ടോ നമ്മൾ കാർഡ് കൊടുത്തത്. അങ്ങനെ ആൻറ്റിക്ക് ടാറ്റൊക്കെ എടുത്ത് നമ്മൾ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നേരെ പോയത് നമ്മുടെ ഹൈലൈറ്റ് മാളിലേക്കാണ് കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പോരാത്തതിന് കുറച്ച് പർച്ചേസും ഉണ്ടായിരുന്നു. ഹൈലൈറ്റ് മാളാണെങ്കിൽ അധികം നാളായിട്ടില്ലല്ലോ ഓപ്പൺ ആയിട്ട്. അതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആയിട്ട് വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഷോപ്പിങ്ങിന് വേണ്ട അവിടുത്തെ ലുലുവിൽ തന്നെ പോയി കേട്ടോ. അങ്ങനെ ഷോപ്പിങ്ങും ഫുഡടിയും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ.